എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മുടെ പാഠഭാഗം പൂർത്തിയായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു ലെറ്റസ് അസസ്, അത് തന്നെ ചെയ്തു നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ചെയ്തു നോക്കുക, എന്നിട്ട് ഉത്തരം കിട്ടാത്തത് മാത്രം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വീണ്ടും ചെയ്ത് പഠിക്കുക. പ്രധാനമായിട്ടും പ്രോബ്ലംസ് ആണ് ലെറ്റസ് അസസിൽ. അപ്പോ ഇവിടെ ചോദ്യം എഴുതുന്നില്ല, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ചോദ്യം എഴുതുന്നില്ല. ആദ്യത്തെ ചോദ്യത്തില് ഒരു സ്റ്റോണിന്റെ വെയിറ്റ് എയറിൽ തന്നിട്ടുണ്ട്, വാട്ടറിൽ തന്നിട്ടുണ്ട്. ബോയിൻസ് ഫോഴ്സ് ആണ് ചോദിച്ചേക്കണേ. വളരെ സിമ്പിൾ ആണ്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തതാണ്. ബോയിൻസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്. അപ്പോ വെയിറ്റ് ഇൻ എയർ, വായുവിലെ ഭാരം ഈസ് ഈക്വൽ ടു 120 ന്യൂട്ടൺ. വെയിറ്റ് ഇൻ വാട്ടർ, ജലത്തിലെ ഭാരം 100 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ. പ്ലവക്ഷമ ബലം ബോയിൻസി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ്, ഭാരനഷ്ടം is equal to 120 minus 100. 120 minus 100 സമം 20 ന്യൂട്ടൺ. അപ്പൊ ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എ ബോഡി വിച്ച് floated in water sank when put in kerosene. Why did it happen? ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വസ്തു മണ്ണെണ്ണയിൽ താന്നു പോകുന്നു. നമുക്കറിയാം ഡെൻസിറ്റിയിലുള്ള വ്യത്യാസമാണ് എന്ന് മാത്രമല്ല, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ബോയിൻസ് ഫോഴ്സ് കൂടും, ഡെൻസിറ്റി കുറഞ്ഞാൽ ബോയിൻസ് ഫോഴ്സ് കുറയും. ഡെൻസിറ്റി മീൻസ് സാന്ദ്രത, മലയാളം മീഡിയം സാന്ദ്രതയിലുള്ള വ്യത്യാസം. ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കെറസിൻ. മണ്ണെണ്ണയുടെ സാന്ദ്രതയേക്കാൾ ജലത്തിന്റെ സാന്ദ്രത കൂടുതലാണ്. അതിനാൽ ജലത്തിൽ കൂടുതൽ ബോയിൻസ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടും. അടുത്ത ചോദ്യം, രണ്ട് ചിത്രം തന്നിട്ടുള്ളതാണ്. ലിക്വിഡ് എയും ലിക്വിഡ് ബിയും. ലിക്വിഡ് എയില് ബോഡി ഫ്ലോട്ട് ചെയ്തേക്കാണ്, പൊങ്ങിക്കിടക്കാണ്. ലിക്വിഡ് ബിയില് ബോഡി താന്നു പോയിരിക്കുകയാണ്. അവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ബോയൻസി. അപ്പൊ ലിക്വിഡ് എയില് ബോയൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ബോയൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ലിക്വിഡ് ബിയില് താന്നു പോയിരിക്കുകയാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൂടുതൽ. അപ്പൊ എന്താ സംഭവിക്കുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റി. ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ബോയൻസി. ഗുരുത്വാകർഷണ ബലം ബോയൻസ് ഫോഴ്സിനേക്കാൾ, ലിക്വിഡ് ബിയില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ബോയൻസി. ഗുരുത്വാകർഷണ ബലം ബോയൻസിയേക്കാൾ കൂടുതൽ ആണ്. ലിക്വിഡ് എയില് ബോയൻസി ഈസ് ഗ്രേറ്റർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പ്ലവക്ഷമ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ കൂടുതലാണ്. മലയാളിക്കാര് പ്ലവക്ഷമ ബലം ഗുരുത്വാകർഷണ ബലത്തേക്കാൾ കൂടുതലാണ് ലിക്വിഡ് എയില്. ലിക്വിഡ് ബിയില് ഗുരുത്വാകർഷണ ബലം പ്ലവക്ഷമ ബലത്തേക്കാൾ കൂടുതലാണ്. ഇനി അതിൽ തന്നെ among A and B, which is the liquid whose density is greater than that of the object? ഒബ്ജക്റ്റിനേക്കാൾ, വസ്തുവിനേക്കാൾ സാന്ദ്രത കൂടിയ ലിക്വിഡ് ഏതാണ്? സാന്ദ്രത കൂടിയ ലിക്വിഡിലാണ് അത് പൊങ്ങിക്കിടക്കുന്നുണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും ലിക്വിഡ് എ ആണ്. ദ്രാവകം എ എന്നുള്ള ദ്രാവകം. ആസ് ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ്. എന്താ കാരണം? സാന്ദ്രത കൂടുമ്പോൾ ബോയൻസി, പ്ലവക്ഷമ ബലവും കൂടുന്നു. സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലവും കൂടുന്നു. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി ഓഫ് വെയിറ്റ് 1000 ന്യൂട്ടൺ സിങ്ക്സ് ഇൻ വാട്ടർ. 1000 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ബോഡി വെള്ളത്തിൽ താഴുന്നു. അപ്പൊ അവിടെ വെയിറ്റ് തന്നേക്കുന്നത് എയറിലെയാണ്. 1000 ന്യൂട്ടൺ അല്ലെങ്കിൽ 1000 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലെ ഭാരമാണ്. The weight of the liquid overflowed is 250 ന്യൂട്ടൺ. കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ ഭാരം 250 ന്യൂട്ടൺ ആണ്. അപ്പൊ വെയിറ്റ് ഇൻ എയർ ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഓവർഫ്ലോഡ് ഈസ് ഈക്വൽ ടു 250 ന്യൂട്ടൺ. വായുവിലെ ഭാരം 1000 ന്യൂട്ടൺ, കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ ഭാരം 250 ന്യൂട്ടൺ. അപ്പോ കവിഞ്ഞൊഴുകിയ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഓവർഫ്ലോഡ് ഈസ് ഈക്വൽ ടു ദ ബോയൻസ് ഫോഴ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും ബോയൻസ് ഫോഴ്സ്, ആർക്കിമിഡീസ് തത്വം.
അപ്പോ ബോയൻസി എത്രയായിരിക്കും? 250 ന്യൂട്ടൺ ആയിരിക്കും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ വാട്ടർ ആണ്. എയറിലെ ഭാരം 1000 ന്യൂട്ടണും പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി 250 ന്യൂട്ടണും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് ഓഫ് ദ ബോഡി ഇൻ വാട്ടർ എത്രയായിരിക്കും? 1000 മൈനസ് 250, 1000 മൈനസ് 250 സമം 750 ന്യൂട്ടൺ. ജലത്തിലെ ഭാരം സമം 750 ന്യൂട്ടൺ. ഇനി അതിൽ തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. എ ബോഡി ഓഫ് ദ സെയിം വെയിറ്റ് ആസ് എബോവ് ഫ്ലോട്ട്സ് ഇൻ വാട്ടർ. ഇതേ വെയിറ്റ് ഉള്ള ഒരു ബോഡി ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഇൻ വാട്ടർ? പൊങ്ങിക്കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റും സാധാരണ നിലയ്ക്ക് വെയിറ്റും ബോയൻസ് ഫോഴ്സും ഈക്വൽ ആവണം. അപ്പോ വെയിറ്റ് ഇൻ വാട്ടർ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ഇനി വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് എത്രയായിരിക്കും? അതിന്റെ വെയിറ്റിന് ഈക്വൽ വെയിറ്റ് ഉള്ള വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് പൊങ്ങി കിടക്കുക. അപ്പൊ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. ആദ്യത്തെ വെയിറ്റിന് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1000 ന്യൂട്ടൺ ആണ് ആദ്യത്തെ വെയിറ്റ്. അപ്പൊ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഈസ് ഈക്വൽ ടു 1000 ന്യൂട്ടൺ. ഇനി നമ്മുടെ പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തേല് A1 ഒരു ഏരിയ തന്നിട്ടുണ്ട് 0.01 മീറ്റർ സ്ക്വയർ, A2 1 മീറ്റർ സ്ക്വയർ. അപ്പോ ഈ ഏരിയയുടെ ബന്ധം നമുക്കറിയാം 100 ടൈംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ബലത്തിന്റെ അനുപാതവും റേഷ്യോവും അത് തന്നെയായിരിക്കും. സത്യത്തിൽ മറക്കണക്കായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ F2 എത്ര തന്നിട്ടുണ്ട്? 20,000 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം പാസ്കൽസ് ലോ അനുസരിച്ച് F1 by A1 F2 by A2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F1 ആണ്. അപ്പൊ F2 by A2 into A1 എന്ന് പറഞ്ഞാൽ 20,000 ഡിവൈഡഡ് ബൈ 1 into 0.01. 0.01 എന്ന് പറഞ്ഞാൽ 1/100 ആണ്. സ്വാഭാവികമായിട്ടും ആൻസർ 200 ന്യൂട്ടൺ ആയിരിക്കും. 200 ന്യൂട്ടൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ എന്നാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെനിസ്കസ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു മെനിസ്കസ് ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും എന്നൊക്കെ. അപ്പൊ അവിടെ കാപ്പിലറി ഡിപ്രഷൻ ഫിഗർ എ ആണ് ശരി. കാപ്പിലറി ഡിപ്രഷന്റെ ഫിഗർ ആണ് ശരി. അവിടെ മെനിസ്കസ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഈ മെനിസ്കസും അതെ ഇങ്ങനെ ഉള്ളിലേക്ക് കർവായിട്ടാണ് താന്നിട്ടാണ്. അപ്പോ ഫിഗർ എ ആണ് ശരിയായ ചിത്രം. ആ മെനിസ്കസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എട്ടാമത്തെ ചോദ്യം നമ്മളിപ്പോ ചെയ്യുന്നില്ല. അതിൽ കിലോഗ്രാം വെയിറ്റും ഒക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് അത് വീണ്ടും ചെയ്യാം. ഇത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഇത് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് ആലോചിച്ച് നമ്മൾ പരീക്ഷ നടത്തും. അപ്പൊ തുടക്കം മുതൽ തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് ടെക്സ്റ്റിന്റെ പിന്നിലത്തെ ചോദ്യങ്ങളും എല്ലാം ഒന്നുകൂടി ചെയ്ത് പഠിച്ച് പരീക്ഷയ്ക്ക് എല്ലാവരും തയ്യാറാവുക. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക.